കൃത്യതയുള്ളവരാകാൻ അവരെ പഠിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പേരൻസ് കണക്റ്റ് പങ്കുവയ്ക്കുന്നത് കുട്ടികളുടെ ഒരു പ്രത്യേക സ്വഭാവത്തെക്കുറിച്ചാണ്. കുട്ടികൾ പൊതുവെ പിക്കിയാണെന്ന് നമ്മൾ പറയാറുണ്ട്. അവർക്ക് ചില ഭക്ഷണങ്ങൾ ഇഷ്ടമല്ല, ചില വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കൂ എന്നൊക്കെ അവർ വാശി പിടിക്കാറുണ്ട്. എന്നാൽ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് നേതാവ് ജോൺ ലെവിസിന്റെ അമ്മ തൻ്റെ മക്കൾക്ക് നൽകിയ ഉപദേശം ഇതൊന്നുമായിരുന്നില്ല. അവർ എപ്പോഴും പറയുമായിരുന്നു, ബി പർട്ടിക്കുലർ എന്ന്. എന്താണ് പർട്ടിക്കുലർ ആകുക എന്നാൽ? അമ്മ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഡേവിഡ് ഹൽബെർസ്റ്റാം തൻ്റെ രചനകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതായിരുന്നു: ശ്രദ്ധയുള്ളവരായിരിക്കുക, ബി കെയർഫുൾ. സ്വന്തം കാര്യങ്ങളിൽ ഉത്തരവാദിത്തം കാണിക്കുക, ബി റെസ്പോൺസിബിൾ. എന്തിനും എപ്പോഴും തയ്യാറെടുപ്പുകൾ നടത്തുക, ബി വെൽ പ്രിപ്പയർഡ്. ജോൺ ലൂയിസ് മുതിർന്ന് ഒരു കോൺഗ്രസ്മാനായപ്പോൾ പോലും അമ്മ ഈ പാഠം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുമായിരുന്നു. രാഷ്ട്രീയമായ പോരാട്ടങ്ങളിൽ ഏർപ്പെടുമ്പോൾ, എതിരാളികളെ വിമർശിക്കുമ്പോൾ പോലും അത് വെറുതെയാകരുതെന്നും പറയുന്ന കാര്യങ്ങൾ 100% സത്യമായിരിക്കണം, ഫാക്ച്വലി ആക്യുറേറ്റ് എന്നും അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. പർട്ടിക്കുലർ വേഴ്സസ് പിക്കി, നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാം. പിക്കിയാകുക എന്നാൽ വെറുതെ വാശി പിടിക്കുക എന്നാണ്. എന്നാൽ പർട്ടിക്കുലർ ആകുക എന്നാൽ കാര്യങ്ങളിൽ കൃത്യത പുലർത്തുക, വസ്തുതകൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക, സ്വന്തം ജോലി ഉത്തരവാദിത്തോടെ ചെയ്യുക, ഒരു കാരണവശാലും സ്റ്റാൻഡേർഡ്സിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാം. എല്ലാവരും നിങ്ങളുടെ ബാഗിലോ പോക്കറ്റിലോ ഒന്ന് പരിശോധിക്കൂ. അവിടെ അനാവശ്യമായി കിടക്കുന്ന ഒരു പേപ്പറോ മറ്റോ ഉണ്ടോ? അതുപോലെ അത്യാവശ്യ ഘട്ടത്തിൽ വേണ്ട ഒരു പേനയോ ഐഡന്റിറ്റി കാർഡോ നിങ്ങളുടെ പക്കൽ കൃത്യമായിട്ടുണ്ടോ? നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ എത്രത്തോളം കെയർഫുൾ ആണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. നമ്മൾ ഇത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നത് കാണുമ്പോഴാണ് കുട്ടികൾ റെസ്പോൺസിബിലിറ്റി എന്നാൽ എന്താണ് എന്ന് പഠിക്കുന്നത്. നമ്മൾ മക്കൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ്: പിക്കി ആകുന്നതും പർട്ടിക്കുലർ ആകുന്നതും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് കാണിച്ചു കൊടുക്കുക. സത്യവും അനാവശ്യമായ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവർ മനസ്സിലാക്കട്ടെ. ഒരു ദിവസം നമ്മളിവിടെ ഉണ്ടാകില്ല. അന്ന് അവർക്ക് സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ ഈ പർട്ടിക്കുലറായ പാഠങ്ങൾ ആവശ്യമായി വരും. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുക്കാം. നന്ദി.